പോവാണ് ഉമ്മൻചാണ്ടി. സദസ്സിന്റെ അങ്ങേ അറ്റത്തെത്തിയപ്പോ ഒരു കുട്ടി വിളിക്കണം, ഉമ്മൻചാണ്ടി. അയാളൊന്ന് തിരിഞ്ഞു നോക്കി, ആരപ്പത് പേരെടുത്ത് വിളിക്കുന്നത്? സ്വന്തം അമ്മയും അച്ഛനും കൂടി മൂപ്പരെ കുഞ്ഞുഞ്ഞെന്നേ വിളിച്ചിട്ടുള്ളൂ. ആ മനുഷ്യനെ ഉമ്മൻചാണ്ടി എന്ന് നീട്ടി വിളിച്ചപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പൊ സ്റ്റേജിന്റെ അടുത്ത് ഒരു ചെറിയ കുട്ടിയാണ്. പ്രധാനപ്പെട്ടത് മറ്റേ ചെങ്ങായിയൊക്കെ ഉണ്ട്, ആ കണ്ണൂരിലെ മന്ത്രിയൊക്കെ ഉണ്ട്, 2 കൈകൊണ്ട് കോയിക്കാലൊന്നും ബാല പിടിച്ച കുട്ടികളെ മാതിരി കിട്ടിയ കൂട്ടത്തിൽ അടിച്ച് മാറ്റണം. എന്നിട്ട് പറയില്ലെന്താ വെച്ചാൽ ലീഗാരി ബിരിയാണി എന്നുള്ളത് നിങ്ങളെ പൈസ കൊണ്ടല്ല ഞങ്ങൾ കഴിച്ചുണ്ടാക്കണതാ, നിങ്ങൾക്കൊരു മുടക്കില്ല. അവനവൻ്റെ അടുത്ത് തിന്നെങ്കിൽ ആരൻ്റെ അടുത്ത് തിന്നാൻ പഠിക്കാൻ പറ്റുള്ളൂ, തിന്ന് പഠിക്കണേ. നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വലിയ പാവപ്പെട്ട് എത്ര നിങ്ങൾ ഉണ്ടാക്കി ഇതിന്റെ കണക്കൊക്കെ അല്ലേ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനങ്ങൾ പറയുന്ന കണക്ക്. ആ പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി ഒരു മുഖ്യമന്ത്രി പോയിട്ട് ഈ നാടിന് എന്ത് കിട്ടി ആ കണക്കാണ് പറയേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റേ സാധുവിന്റെ കൂടാകാൻ നിൽക്കുകയാണ്. ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അവസാനിപ്പിക്കാനായില്ലേ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വേണ്ടി ഒരു മഹാ കൺവെൻഷൻ മലപ്പുറത്ത് നടക്കുകയാണ്. അപ്പൊ ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യേണ്ടത് പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവണം എന്ന് എല്ലാവർക്കും നിർബന്ധം. അങ്ങനെ ഉമ്മൻചാണ്ടി കൺവെൻഷനെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വരാതെ തുടങ്ങാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ ഇങ്ങനെ അക്ഷമരായി മലപ്പുറത്ത് കാത്തിക്കുകയാണ്. അപ്പൊ ഉമ്മൻചാണ്ടി മലപ്പുറത്തെ പരിപാടിക്ക് വന്നു, കുറച്ച് വൈകിയ വന്നു, ഒരു 1.5 മണിക്കൂർ വൈകി. അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ നേതാക്കന്മാരിങ്ങനെ ഈ ഉദ്ഘാടനത്തിന് തന്നെ വൈകിയാൽ എങ്ങനെ എന്നൊക്കെയുള്ള ഒരു അക്ഷമത കാണിക്കുകയാണ്, അസ്വസ്ഥത കാണിക്കുകയാണ്. അപ്പൊ ഉമ്മൻചാണ്ടി പറഞ്ഞു, സദസ്സ് ക്ഷമിക്കണം, ഞാന് കോഴിക്കോട് ഒരു സ്കൂളിന്റെ ഒരു പരിപാടിക്ക് ചെന്ന സമയത്ത് നിങ്ങൾ കേൾക്കണ സംഗതി, ഞാൻ കോഴിക്കോട് ചാലപ്പുറത്ത് ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോ ഈ സദസ്സിൽ ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് മുഖ്യമന്ത്രി ഇതേപോലെ ഇങ്ങനെ പോവാണ് ഉമ്മൻചാണ്ടി. സദസ്സിന്റെ അങ്ങേ അറ്റത്തെത്തിയപ്പോ ഒരു കുട്ടി വിളിക്കണം, ഉമ്മൻചാണ്ടി. അയാളൊന്ന് തിരിഞ്ഞു നോക്കി, ആരപ്പത് പേരെടുത്ത് വിളിക്കുന്നത്? സ്വന്തം അമ്മയും അച്ഛനും കൂടി മൂപ്പരെ കുഞ്ഞുഞ്ഞെന്നേ വിളിച്ചിട്ടുള്ളൂ. ആ മനുഷ്യനെ ഉമ്മൻചാണ്ടി എന്ന് നീട്ടി വിളിച്ചപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പൊ സ്റ്റേജിന്റെ അടുത്ത് ഒരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടി ചോദിച്ചു, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? അദ്ദേഹം പറഞ്ഞു, അതേലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എന്റെ കൂട്ടുകാരിക്ക് വീടില്ല, ഒരു വീട് കൊടുക്കും. നിങ്ങൾ കുടുങ്ങിയില്ലേ? പറ്റൂല എന്നാ പിന്നെ നിങ്ങൾ എന്ത് മുഖ്യമന്ത്രി ചോദിച്ചാൽ കഴിഞ്ഞില്ലേ? പറ്റൂന്ന് പറഞ്ഞാൽ കൊടുക്കും വേണം. അദ്ദേഹം തിരിച്ചു വന്നു, ആ സദസ്സിലേക്ക് തിരിച്ചു വന്നിട്ട് ആ കുട്ടിയുടെ നെറുകിൽ തലോടിയിട്ട് പറഞ്ഞു, ശ്രമിക്കാം മോളെ. ഉടനെ കുറച്ചുകാലേ പിന്നെ ആ മന്ത്രിസഭ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് സ്വന്തം നിലക്ക് ഒരു വീട് എടുത്തു കൊടുക്കാൻ പറ്റില്ല, അതിന് ചില പരിമിതികളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അദ്ദേഹം കോൺഗ്രസ്സുകാരോടും അദ്ദേഹത്തിന്റെ അടുപ്പക്കാരോടൊക്കെ പറഞ്ഞു, ഇങ്ങനെ ചാലപ്പുറത്തൊരു കുട്ടിക്ക് വീടില്ല, ആ വീടുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ വീടുണ്ടാക്കി. ആ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ ഇദ്ദേഹം ചെല്ലണമെന്ന് അവർക്ക് നിർബന്ധം. ഉമ്മൻചാണ്ടി ചെന്നു. അങ്ങനെ ഏതായാലും മലപ്പുറത്ത് വരില്ലേ സാറേ, അന്നത്തേക്ക് ഇത് റെഡിയാക്കിയിട്ടുണ്ട്, വരണം എന്ന് പറഞ്ഞു. അതിന് പോയി തിരിച്ചു വന്നു. അതുകൊണ്ടാണ് വൈകിയത്. ഇതേ സാധനം ഈ തൃപ്പങ്ങോട് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പിണറായി വിജയൻ വന്നു. അയാൾ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഒരു കുട്ടി പിണറായി വിജയ എന്ന് വിളിച്ചാൽ എന്താവും സ്ഥിതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ കുട്ടിനെ കൂമ്പ് ഇങ്ങനെ ഉരുട്ടിട്ട് എറിഞ്ഞിട്ടുണ്ടാവും. ഒരു സാധു മൈക്ക് സെറ്റാരത് ഒന്ന് നേരാക്കാൻ വന്നതാണ്. അതിനോട് കാട്ടിയ പരാക്രമങ്ങൾക്ക് എന്തൊരു അസഹിഷ്ണുതയാണ്. ഒപ്പുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഇന്നലെ ഞാനത്തിൽ ചങ്ങായി മൈക്ക് ഇങ്ങനെ ഇയാൾ ആരാണ്? ഇന്ത്യയിലെ രാജാവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യനോട് ഒരു മയത്തിലൊക്കെ സംസാരിക്കണ്ടേ? എന്തൊരു അസഹിഷ്ണുതയാണ് ഈ മുഖ്യമന്ത്രിക്ക്. ഒരു മുഖ്യമന്ത്രി അങ്ങനെ ഉണ്ടായിരുന്നു ഈ നാട്ടില് 10 വർഷം മുമ്പ്. അവിടെ നിന്ന് പിണറായി വിജയനിലേക്കുള്ള ദൂരമാണ് നിങ്ങൾ അളക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. കുഞ്ഞുങ്ങൾക്ക് പ്രിയപ്പെട്ട, നാട്ടുകാർക്ക് പ്രിയപ്പെട്ട ജനകീയനായ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് കുപ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ ഇന്ന് ആ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? ആരും പറയാതെ, പണ്ടൊക്കെ അവിടെ വെച്ചാണെങ്കിൽ ഇപ്പൊ വരമ്പത്ത് വെച്ച് കൂലി എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നോക്കി, പാടത്തെ കൂലി അവിടെ വെച്ച് കൊടുക്കാൻ തുടങ്ങിയില്ലേ? ഒരു സ്വപ്ന സുരേഷ് ഉദയം ചെയ്യുന്നു. ആരാ കൊണ്ടുവന്നത്? ഈ പാർട്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനത്തെ ഭരിച്ചു മുടിച്ച ഇടതുപക്ഷത്തിനെതിരെ അതിശക്തമായ ജനകീയ മുന്നേറ്റം ഉണ്ടാകണം. ആരാന്റെ വെള്ളംകോരികളും വിറകുവെട്ടികളുമായി കഴിഞ്ഞിരുന്ന ഒരു സമുദായത്തെ ഈ ഹരിത രാഷ്ട്രീയത്തിന്റെ തണലിലേക്ക് വിളിച്ചു വരുത്തി, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പക്ഷെ കിട്ടാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്ത അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഈ പച്ചത്തണലിലേക്ക് ഒരു ജനതയെ ആകർഷിച്ചു മുസ്ലിം ലീഗ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഒന്നും കാണാത്ത മനോഹരമായ ഒരു ജീവിത വ്യവസ്ഥിതി ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു മുസ്ലിം ലീഗ്. 100 ആളുകളെ സർക്കാർ ഉദ്യോഗത്തിലെടുക്കുമ്പോ അതിൽ 12 പേര് മുസ്ലിം ആയിരിക്കണം. ലീഗ് കൊണ്ടുവന്ന സംവരണ നിയമത്തിന്റെ ആനുകൂല്യം, നിരവധിയായ നേട്ടങ്ങൾ പറയാനുണ്ട്. സമയപരിമിതി മൂലം അതിലേക്ക് പോകുന്നില്ല. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ
ജീവിതങ്ങളിൽ നിന്ന് വേറിട്ട ഒരു ജീവിതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരടാ എന്ന് ചോദിച്ചാൽ നിവർന്നു നിന്ന് ഞാനടാ എന്ന് തിരിച്ചു പറയാനുള്ള ആർജവം ഈ ജനതയ്ക്ക് കൊടുത്ത പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഈ പാർട്ടിയെ ഈ രാജ്യത്ത് തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും വിട്ടുകൊടുക്കാതെ അടിയുറച്ച രാജ്യസ്നേഹം പഠിപ്പിച്ചു കൊടുത്ത് ഭരണഘടന അത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വേദഗ്രന്ഥമാണ്. പരിശുദ്ധ ഖുർആനെ പോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതാണ് രാജ്യത്തിന്റെ ഭരണഘടനയെന്നും ആ ഭരണഘടന തകർക്കാൻ വരുന്ന ഛിദ്രശക്തികൾ ആരായാലും അവർക്കെതിരെ രാജ്യസ്നേഹികൾ ഒന്നിക്കണമെന്നുമുള്ള ഒരു വലിയ സന്ദേശം ഈ രാജ്യത്ത് പ്രചരിപ്പിക്കുന്ന മതേതരത്വവും ജനാധിപത്യവും മതനിരപേക്ഷതയും ഊട്ടിയുറപ്പിച്ച് ഈ ജനതയെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കി അതിലേക്ക് കൈപിടിച്ചു നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മതസൗഹാർദ്ദം തകരുന്ന ഘട്ടങ്ങളിലൊക്കെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെ ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത എല്ലാ നേതാക്കന്മാരും അടിയുറച്ചു പറയുന്ന മുദ്രാവാക്യം, നിങ്ങളെ ഒരു മുസൽമാനായിരിക്കുന്ന സമയത്ത് തന്നെ സഹോദര സമുദായ അംഗങ്ങളുടെ ഒരു അവകാശത്തിന് നേരെയും നിങ്ങൾ കയ്യോങ്ങരുത്, അവരെ ചേർത്ത് പിടിക്കണം എന്ന് പഠിപ്പിക്കുന്ന ലീഗിന്റെ ശുദ്ധ മതേതരത്വത്തിലേക്ക് ഇനിയും ചിന്തിക്കുന്ന മനുഷ്യർ കടന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇത്ര മനോഹരമായ ഒരു പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ച ഈ തൃപ്പങ്ങോട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ മുഴുവൻ ഭാരവാഹികളെയും ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്.